വളരെ നന്ദി. എല്ലാ ആശംസകളും. സിയും പറഞ്ഞതിലെ കതിരും പതിരും ഒക്കെ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കട്ടെ. നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി. ആ ചിരിയിലുണ്ടല്ലോ. ശരി. മനോരമ ന്യൂസിന്റെ മേധാവി ജോണി ലൂക്കോസ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ അഭിമുഖത്തിന്റെ ഏറ്റവും അവസാന ഭാഗമാണ് പ്രേക്ഷകർ കണ്ടത്. നന്ദി പറയുന്നു ജോണി ലൂക്കോസ് മുഖ്യമന്ത്രിക്ക് ഇത്രയും സമയം മനോരമ ന്യൂസിനോട് സമയം ചെലവഴിച്ചതിന്. അതിന് മുഖ്യമന്ത്രി നൽകുന്ന ഒരു മറുപടിയുണ്ട്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യത്തിനും നന്ദി എന്ന്. അതിനൊരു രാഷ്ട്രീയമുണ്ട്. ആ മറുപടി പറഞ്ഞ ഉടനെ ജോണി ലൂക്കോസിന്റെ മുഖമൊന്ന് നോക്കണം. ആകെ ചമ്മിയിരിക്കുന്ന ജോണി ലൂക്കോസ്. അപ്പോൾ ജോണി ലൂക്കോസ് പറയുന്നുണ്ട് അതിൽ എല്ലാമുണ്ട് എന്ന്. ആ ചിരിയിൽ എല്ലാമുണ്ട് എന്ന്. മനസ്സ് തുറന്ന് ചിരിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. അത് ഒന്നുകൂടി കാണാം. വളരെ നന്ദി. എല്ലാ ആശംസകളും. സിയും പറഞ്ഞതിലെ കതിരും പതിരും ഒക്കെ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കട്ടെ. നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി. ആ ചിരിയിലുണ്ടല്ലോ. ശരി. 1 മണിക്കൂറോളം നീണ്ടു നിന്ന ഇന്റർവ്യൂ ആണ്. കേരള രാഷ്ട്രീയത്തെക്കുറിച്ച്, ഭരണത്തെക്കുറിച്ച്, കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തെ നടപ്പാക്കിയ കാര്യങ്ങളെക്കുറിച്ച്, CPM-നെ കുറിച്ച്, CPM-ന്റെ രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ച്, അങ്ങനെ വിവിധ വിഷയങ്ങൾ ജോണി ലൂക്കോസ് മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നുണ്ട്. അതിനെല്ലാം കൃത്യം മറുപടി പറയുന്നുമുണ്ട് മുഖ്യമന്ത്രി. ഏറ്റവും അവസാനം മുഖ്യമന്ത്രി പറഞ്ഞ ആ വാചകം എന്തുകൊണ്ടാണ് അങ്ങനെ മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് മനോരമയുടെ വേദിയിൽ പോയിരുന്നു കൊണ്ട് മനോരമയെ തന്നെ ട്രോളിക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ചിരിക്കാൻ കഴിയുന്നത്? ഒരു സംശയം വേണ്ട. മുഖ്യമന്ത്രി എല്ലാ കാലത്തും പറയുന്ന ഒരു വാചകമുണ്ട്, മടിയിൽ കനമുള്ളവനെ ഭയപ്പെടാനുള്ളൂ എന്ന്. ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ കൈ ഉയർത്തിപ്പിടിച്ച് പറയുന്നുണ്ട് ഈ കൈ ശുദ്ധമാണ് എന്ന്. അപ്പോഴും മലയാള മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ പിണറായി വിജയൻ അഴിമതിക്കാരനാണ്, പിണറായി വിജയൻ ധാർഷ്ട്യമുള്ള ആളാണ്, പിണറായി വിജയൻ ഏകാധിപതിയാണ് എന്നിങ്ങനെ നിരവധി വാർത്തകൾ നൽകിക്കൊണ്ടിരുന്നു. അവർ പറയുന്നത് സാധൂകരിക്കുന്ന തരത്തിൽ വാർത്തകൾ ചമച്ചുകൊണ്ടിരുന്നു. എത്ര വാർത്തകളാണ് കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടെ പിണറായി വിജയനെതിരെ, പിണറായി വിജയന്റെ കുടുംബാംഗങ്ങൾക്കെതിരെയൊക്കെ കേരളത്തിൽ വന്നത്, മലയാള മനോരമയിൽ വന്നത്. തുടക്കം കുറിക്കുന്നത് മലയാള മനോരമ തന്നെയല്ലേ? പുതുപ്പള്ളി ഇലക്ഷൻ നടക്കുന്ന ഘട്ടത്തിലായിരുന്നല്ലോ മകളെക്കുറിച്ചുള്ള വാർത്ത പ്രസിദ്ധീകരിച്ചത് മനോരമ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പുതുപ്പള്ളിയിൽ കടന്നുകൂടാൻ. പുതുപ്പള്ളിയിൽ തോറ്റുപോകുമോ എന്ന്, ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിൽ മകൻ തോറ്റുപോകുമോ എന്ന് ഭയപ്പെടുന്ന മനോരമയല്ലേ നാം അവിടെ കണ്ടത്. പിന്നീട് എത്രയോ വർഷം ഈ വിഷയം കേരളം ചർച്ച ചെയ്തു. ഇന്ന് ആ വിഷയം എവിടെ എത്തി നിൽക്കുന്നു? ആരെങ്കിലും അതേക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നുണ്ടോ? ഏതെങ്കിലും മാധ്യമങ്ങൾ അതേക്കുറിച്ച് വാർത്ത നൽകുന്നുണ്ടോ? കേരളത്തിലെ മന്ത്രിമാരെ കുറിച്ച്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ നിരവധി ആരോപണങ്ങൾ പ്രതിപക്ഷം കൊണ്ടുവന്നു. കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ കൊണ്ടുവന്നു. മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ അതുകൊണ്ട് കേരളത്തിൽ എത്ര സമയം ചെലവഴിച്ചു. മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ അത് ഊതി കത്തിക്കാൻ പരമാവധി ശ്രമിച്ചു. നമ്മുടെ മുന്നിലുണ്ട് സ്വർണ്ണക്കടത്തു കേസ്. ഒരിക്കലും മറന്നു പോകരുത്. മലയാള മനോരമ എഴുതി പിടിപ്പിച്ച വാർത്തകൾ, കാറ്റാടിപ്പാടം തൊട്ട് ഇങ്ങോട്ട് മുഖ്യമന്ത്രിയെക്കുറിച്ച്, മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളെക്കുറിച്ച് എഴുതി നിറച്ച വാർത്തകൾ എവിടെ പോയി ഇപ്പോൾ അതൊക്കെ? ഇതെല്ലാം മനസ്സിലുണ്ട് പിണറായി വിജയന്റെ. ഇതെല്ലാം ഓർത്തു വെക്കുന്ന ആൾ തന്നെയാണ് മുഖ്യമന്ത്രി. എല്ലാത്തിനും എണ്ണി എണ്ണി മറുപടി പറയുന്ന, അതെല്ലാം ഓർത്തു വെച്ച് മറുപടി പറയുന്ന മുഖ്യമന്ത്രി. ആ വേദിയിലേക്ക് എന്ന് വെച്ചാൽ മനോരമ ന്യൂസിന്റെ വേദിയിലേക്ക് കടക്കുമ്പോൾ തന്നെ പിണറായി വിജയന്റെ മനസ്സിലുണ്ട് ഇതിനെല്ലാം ഒരു മറുപടി കൊടുക്കണം എന്ന്. വിശദമായി മറുപടി കൊടുക്കാൻ കഴിയില്ല. അതിന് എണ്ണി എണ്ണി പറയേണ്ടി വരും. നിങ്ങൾ ചെയ്ത ഓരോ കാര്യങ്ങളും അത് പറയുന്നത് ശരിയല്ലല്ലോ. കാരണം അത്തരം ചോദ്യങ്ങളൊന്നും മനോരമയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല. അപ്പോൾ ഏറ്റവും അവസാനം വൈറലാകുന്ന ഒരു ട്രോൾ, അതാണ് മുഖ്യമന്ത്രി ചെയ്തത്. ആ ട്രോൾ ചെന്ന് തറച്ചത് മനോരമയ്ക്കാണ്. ആ ട്രോൾ ചെന്ന് തറച്ചത് മനോരമയുടെ വാർത്തകൾ ഏറ്റെടുത്ത് വാർത്തകൾ ചെയ്യുന്ന മാധ്യമങ്ങൾക്ക് എതിരെയാണ്. ആ ട്രോൾ ചെന്ന് തറച്ചത് കേരളത്തിലെ UDF-നാണ്. നിങ്ങൾ ചെയ്യുന്നതിനെല്ലാം നന്ദി എന്ന ഒരൊറ്റ വാക്കിലുണ്ട്, ആ ചിരിയിലുണ്ട്, ആ ഒരു വാചകത്തിലുണ്ട് മനോരമ ചെയ്തതിനൊക്കെയുള്ള മറുപടി. ആ ഒരൊറ്റ ചിരിയിൽ മനോരമയെ ഇല്ലാതാക്കുന്നു
എന്ന് വെച്ചാൽ തകർത്ത് തരിപ്പണമാക്കുന്നു, കൊല്ലുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം നിശബ്ദമാക്കുന്നുണ്ട് മനോരമയെ. എത്ര ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞാലും, എത്ര ഒച്ചയിട്ട് സംസാരിച്ചാലും ആ ഒരു ചിരിയിൽ എല്ലാം കെടുത്തിക്കളയുന്നു പിണറായി വിജയൻ. അതാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി. പറയേണ്ടത് പറയേണ്ടയിടത്ത് പറയേണ്ടതുപോലെ പറഞ്ഞു പോകുന്ന കേരളത്തിൻ്റെ ക്യാപ്റ്റൻ.